ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ദ്വിതീയസ്കന്ധം ചതുർത്ഥോധ്യായം 16-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെ ഒന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ദ്വിതീയസ്കന്ധേ അഥ ചതുർത്ഥോധ്യായഃ. സൂത ഉവാച വയ്യാസകേരിതി വചസ്തത്വനിശ്ചയമാത്മനഃ ഉപധാര്യമതിം കൃഷ്ണേ ഔത്തരേയ സതീം വ്യഥാത്. ആത്മജായാ സുതാഗാരപശുദ്രവിണബന്ധുഷു രാജ്യേ ചാവികലേ നിത്യം വിരൂഢാം മമതാം ജഹൗ. പപ്രച്ഛചേമമേവാർത്ഥം യന്മാം പൃച്ഛഥ സത്തമാഃ. കൃഷ്ണാനുഭാവശ്രവണേ ശ്രദ്ധാനോ മഹാമനാഃ. സംസ്ഥാം വിജ്ഞായ സംന്യസ്യ കർമ്മത്രൈവർഗികം ച യത് വാസുദേവേ ഭഗവതി ആത്മഭാവം ദൃഢം ഗതഃ. രാജോവാച സമീചീനം വചോ ബ്രഹ്മൻ സർവജ്ഞസ്യ തവാനഘ. തമോ വിശീര്യത്തെ മഹ്യ ഹരേഃ കഥയത കഥാം. ഭൂയ ഏവ വിവിൽസാമി ഭഗവാനാത്മമായയാ യഥേദം സൃജതേ വിശ്വം ദുർവിഭാവ്യമധീശ്വരൈഃ. യഥാ ഗോപായതി വിഭുർയഥാ സംയച്ഛതേ പുനഃ. യാം യാം ശക്തിമുപാശ്രിത്യ പുരുഷക്തിപരഃ പുമാൻ ആത്മാനം ക്രീഡയൻ ക്രീഡൻ കരോതി വികരോതി ച. നൂനം ഭഗവതോ ബ്രഹ്മൻ ഹരേരദ്ഭുതകർമ്മണഃ ദുർവിഭാവ്യമിവാഭാതി കവിഭിശ്ചാപി ചേഷ്ടിതം. യഥാ ഗുണാംസ്തു പ്രകൃതേർ യുഗപത്ക്രമശോऽപി വാ ബിഭർത്തി ഭൂരിശസ്ത്വേകഃ കുർവൻ കർമാണി ജന്മഭിഃ. വിചികിത്സിതമേതന്മേ ബ്രവീതു ഭഗവാൻ യഥാ ശാബ്ദേ ബ്രഹ്മണി നിഷ്ണാതഃ പരസ്മിംശ്ച ഭവാൻ ഖലു. സൂത ഉവാച ഇത്യുപാമന്ത്രിതോ രാജ്ഞാ ഗുണാനുകഥനേ ഹരേഃ. ഋഷീകേശമനുസ്മൃത്യ പ്രതിവക്തും പ്രചക്രമേ. ശ്രീശുക ഉവാച നമഃ പരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാന നിരോധലീലയാ ഗൃഹീതശക്തിത്രിതയായ ദേഹിനാം അന്തർഭവായാത് ഉപലക്ഷ്യവത്മനേ. ഭൂയോ നമഃ സദ്വൃജിനച്ഛിദേ സദാം അസംഭവായാഖില സത്വമൂർത്തയേ പുംസാം പുനഃ പാരമഹംസ്യ ആശ്രമേ വ്യവസ്ഥിതാനാം അനുമൃഗ്യദാശുഷേ. നമോ നമസ്തേ സ്പൃഷഭായ സാത്വതാം വിദൂരകാഷ്ഠായ മുഹുഃകുയോഗിനാം നിരസ്തസാമ്യാതിശയേന രാധസാ സുധാമനി ബ്രഹ്മണി രംസ്യതേ നമഃ. യത് കീർത്തനം യത് സ്മരണം യദീക്ഷണം യത് വന്ദനം യത് ശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം തസ്മൈ സുഭദ്ര ശ്രവസേ നമോ നമഃ. വിചക്ഷണായച്ചരണോപസാദനാത് സംഗം വ്യുദസ്യോ ഭയതോന്തരാത്മനഃ വിന്ദന്തി ബ്രഹ്മഗതിം ഗതക്രമാസ്തസ്മൈ സുഭദ്ര ശ്രവസേ നമോ നമഃ. ഇതുവരെയാണ് അടുത്തത് 17-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. തപസ്വിനോ ദാനപരായശസ്വിനോ മനസ്വിനോ മന്ത്രവിദഃ സുമംഗളാഃ ക്ഷേമം ന വിന്ദന്തി വിനായദർപ്പണം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. തപസ്വിനോ ദാനപരായശസ്വിനോ മനസ്വിനോ മന്ത്രവിദഃ സുമംഗളാഃ ക്ഷേമം ന വിന്ദന്തി വിനായദർപ്പണം തസ്മൈ സുഭദ്ര ശ്രവസേ നമോ നമഃ. തപസ്വികളായിട്ടുള്ള ആൾക്കാരും അതുപോലെ ദാനതൽപരരായിട്ടുള്ള ആൾക്കാരും അതുപോലെ കീർത്തിമാന്മാരായിട്ടുള്ള ആൾക്കാരും സന്മനസ്സുള്ള ആൾക്കാരായാലും അതുപോലെ മന്ത്രജ്ഞന്മാരായാലും അതുപോലെ സുമംഗളാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാചാരനിഷ്ഠയുള്ളവരായാലും എല്ലാവരും താങ്കളുടെ ആ കഴിവുകളെ അവരവരുടേതായിരിക്കുന്ന കഴിവുകളെ ആരിൽ സമർപ്പിച്ചാൽ അല്ലെങ്കിൽ ആരിൽ സമർപ്പിച്ചാൽ മാത്രം അവർക്ക് ആ ക്ഷേമം ലഭിക്കണം.
ഇല്ലെങ്കിൽ ആ ക്ഷേമം ലഭിക്കില്ല. ക്ഷേമം ന വിന്ദന്തി വിനായതർപ്പണം. ഇത് എല്ലാം ആ ഭഗവാനിൽ അർപ്പിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ക്ഷേമം ഒരിക്കലും ലഭിക്കില്ല. അപ്പം ആ ഭഗവാനായിക്കൊണ്ട് അങ്ങനെയുള്ള എല്ലാ തപസ്വികൾക്കും ദാനവരന്മാർക്കും യശസ്വികൾക്കും മനസ്വികൾക്കും മന്ത്രവിദന്മാരായിട്ടുള്ളവർക്കും സുമംഗളന്മാരായിട്ടുള്ളവർക്കും ക്ഷേമം കൊടുക്കുന്നതായിരിക്കുന്ന, എങ്ങനെ അവരുടെ കഴിവുകളെല്ലാം ഭഗവാനിൽ അർപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടതായിരിക്കുന്ന ക്ഷേമങ്ങളെല്ലാം കൊടുക്കുന്നതായിരിക്കുന്ന ആ പരമപുരുഷനായിരിക്കുന്ന ഭഗവാനെ ഇതാ നമസ്കരിക്കുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആണ് തപസ്വിനോ ദാനപരായശസ്വിനോ മനസ്വിനോ മന്ത്രവിദസ്സു മംഗളാ ക്ഷേമം ന വിന്ദന്തി വിനാ യദർപ്പണം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ. തപസ്വിനഃ എന്ന് പറയുന്നത് തപസ്വികൾ, ദാനപരാഹ ദാനതൽപരന്മാർ, യശസ്വിനഃ കീർത്തിമാന്മാർ, മനസ്വിനഃ സന്മനസ്സുള്ളവർ, മന്ത്രവിദഃ മന്ത്രജ്ഞന്മാർ, സുമംഗളാഹ സദാചാരനിഷ്ഠയുള്ളവർ എന്നിവരെല്ലാം തന്നെ യത് അർപ്പണം വിന താങ്കളുടെ കഴിവുകളെ യാതൊരാളിൽ സമർപ്പിച്ചാൽ അല്ലാതെ ക്ഷേമം, ആ ക്ഷേമത്തെ അതാതിൻ്റെ ഫലത്തെ, ക്ഷേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കഴിവുകളിലേക്കും ഉള്ള അതാതിൻ്റെ ഫലത്തെ ന വിന്ദന്തി പ്രാപിക്കുന്നില്ലയോ. അങ്ങനെയുള്ള സുഭദ്രശ്രവസെ മംഗളകീർത്തിമാനായിരിക്കുന്ന തസ്മൈ ആ പരമപുരുഷനായിക്കൊണ്ട് അനേകം നമസ്കാരം. ഒന്നുകൂടി പറയാം. തപസ്വിനഃ തപസ്വികൾ, ദാനപരാഹ ദാനതൽപരന്മാർ, യശസ്വിനഃ കീർത്തിമാന്മാർ, മനസ്വിനഃ സന്മനസ്സുള്ളവർ, മന്ത്രവിദഃ മന്ത്രജ്ഞന്മാർ, സുമംഗളാഹ സദാചാരനിഷ്ഠയുള്ളവർ എന്നിവരെല്ലാം യത് അർപ്പണം വിന താങ്കളുടെ കഴിവുകളെ യാതൊരാളിൽ സമർപ്പിച്ചാലല്ലാതെ ക്ഷേമം ക്ഷേമത്തെ അതാതിൻ്റെ ഫലത്തെ ന വിന്ദന്തി പ്രാപിക്കുന്നില്ലയോ. സുഭദ്രശ്രവസേ മംഗളകീർത്തിമാനായ തസ്മൈ ആ പരമപുരുഷന് നമോ നമ അനേകം നമസ്കാരം. അപ്പോൾ ഇതിലത്തെ അന്വയം തപസ്വിനഃ ദാനപരാഹ യശസ്വിനഃ മനസ്വിനഃ മന്ത്രവിദഃ സുമംഗളാഹ യത് അർപ്പണം വിനാ ക്ഷേമം ന വിന്ദന്തി സുഭദ്രശ്രവസേ തസ്മൈ നമോ നമഃ. ഒന്നുകൂടി പറയാം. തപസ്വിനഃ ദാനപരാഹ യശസ്വിനഃ മനസ്വിനഃ മന്ത്രവിദഃ സുമംഗളാഹ യത് അർപ്പണം വിനാ ക്ഷേമം ന വിന്ദന്തി സുഭദ്രശ്രവസേ തസ്മൈ നമഃ നമഃ. അതിൻ്റെ അർത്ഥം തപസ്വികൾ, ദാനതൽപരന്മാർ, യശസ്വികൾ എന്ന് പറഞ്ഞാൽ കീർത്തിമാന്മാർ, സന്മനസ്സുള്ളവർ, മന്ത്രജ്ഞർ, സദാചാരനിഷ്ഠയുള്ളവർ എന്നിവരെല്ലാം താങ്കളുടെ കഴിവുകളെ യാതൊരാളിൽ സമർപ്പിച്ചാലല്ലാതെ ക്ഷേമത്തെ അതാതിൻ്റെ ഫലത്തെ പ്രാപിക്കുന്നില്ലയോ. അങ്ങനെ ഉള്ള ആ മംഗളകീർത്തിമാനായിരിക്കുന്ന ആ പരമപുരുഷന് അനേകം നമസ്കാരം. ഒന്നുകൂടി പറയാം. തപസ്വികൾ, ദാനതൽപരന്മാർ, കീർത്തിമാന്മാർ, സന്മനസ്സുള്ളവർ, മന്ത്രജ്ഞർ, സദാചാരനിഷ്ഠയുള്ളവർ എന്നിവരെല്ലാം താങ്കളുടെ കഴിവുകളെ യാതൊരാളിൽ സമർപ്പിച്ചാലല്ലാതെ ആ ക്ഷേമത്തെ അതാതിൻ്റെ ഫലത്തെ പ്രാപിക്കുന്നില്ലയോ. അങ്ങനെയുള്ള മംഗളകീർത്തിമാനായിരിക്കുന്ന ആ പരമപുരുഷനായിക്കൊണ്ട് അനേകം നമസ്കാരം. തപസ്വികളായാലും ദാനശീലന്മാരായാലും കീർത്തിമാന്മാരായാലും യോഗികളായാലും മന്ത്രജ്ഞാനമുള്ളവരായാലും സദാചാരതൽപരരായാലും എല്ലാം അവരവരുടെ ഗുണങ്ങൾ ഭഗവതർപ്പണമായിട്ട് വിനിയോഗിക്കാതിരുന്നാൽ ക്ഷേമത്തെ പ്രാപിക്കുന്നില്ല. ഭഗവതർപ്പണമായി വിനിയോഗിച്ചാൽ പരമശ്രേയസിനെ പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്രകാരം മംഗളകീർത്തിമാനായിരിക്കുന്ന അങ്ങയ്ക്ക് വീണ്ടും വീണ്ടും നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭക്തിയില്ലാത്തവർക്ക് എന്തൊന്നുണ്ടായാലും ഫലമില്ലെന്നുള്ളതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. തപസ്, ദാനം, യശസ്സിനു കാരണമായ വീര്യശൗര്യ പാണ്ഡിത്യാദി അഷ്ടാംഗയോഗം, മന്ത്രം, സദാചാരം എന്നിവയെല്ലാം യാതൊരുവനിൽ സമർപ്പിക്കാതിരുന്നാൽ അത് അതിൻ്റെ പരമഫലഭൂതമായ സുഖത്തെ കൊടുപ്പാൻ സമർത്ഥങ്ങളാകാതെ തന്നെയിരിക്കുന്നുവോ. മംഗളകരമായിരിക്കുന്ന കീർത്തിയോടുകൂടിയ ആ ഭഗവാനെ എപ്പോഴും നമസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ വ്യാഖ്യാനം നോക്കാം. വിവേകിനോ യച്ഛരണസേവനാദിഹ പരത്രച
സംഘം ഹിത്വാ ബ്രഹ്മഗതിം വിന്ദന്തി തസ്മൈ മംഗളയശസേ നമഃ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തപസ്വിനോ, തപസ്വികളും, ദാനാദി തൽപരന്മാരായിട്ടുള്ളവരും, അപ്പി യദർപ്പണം, അവര് അതൊക്കെ അർപ്പിച്ചിട്ടില്ലെങ്കിൽ, അർപ്പണം വിനാ ക്ഷേമം വിന്ദന്തി, അങ്ങനെ തുടങ്ങിയവരൊക്കെ അവരവരുടേതായിരിക്കുന്ന ഗുണങ്ങളെ ഭഗവാനെ അർപ്പിച്ചിട്ടില്ലെങ്കിൽ ക്ഷേമം വിന്ദന്തി, ക്ഷേമത്തെ പ്രാപിക്കുന്നില്ല. തസ്മൈ നമഃ. അപ്പൊ തപസ്വിനോ ദാനാദി തൽപര അപി യദർപ്പണം വിനാ ക്ഷേമം വിന്ദന്തി തസ്മൈ നമഃ ആണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്ത ശ്ലോകം നോക്കാം. കിരാതഹൂണാന്ധ്രപുളിന്ദ പുൽക്കസ ആഭീരകങ്ക യവനാഹ ഖസാദയഃ യേന്യേ ച പാപാ യദുപാശ്രയാശ്രയാഃ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. കിരാതഹൂണാന്ധ്രപുളിന്ദ പുൽക്കസ ആഭീരകങ്ക യവനാഃ ഖസാദയഃ യേന്യേ ച പാപാ യദുപാശ്രയാശ്രയാഃ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. കിരാതന്മാര് എന്ന് പറഞ്ഞാൽ കാട്ടാള ജാതിക്കാർ, ഹൂണന്മാർ ഓരോരോ തരക്കാർ, ആന്ധ്രന്മാർ ഓരോ സ്ഥലത്തുള്ള, പുളിന്ദന്മാർ എന്ന് പറഞ്ഞാൽ വേടന്മാർ, പുൽക്കസന്മാർ, ആഭീരന്മാർ, കങ്കന്മാർ, യവനന്മാർ, ഖസന്മാർ, ഇതൊക്കെ ഓരോ തരത്തിലുള്ള ഓരോ ജാതി ആൾക്കാരാണ്. അങ്ങനെ അവരൊക്കെ എന്താണ്, അവരൊക്കെ മിക്കവാറും ഈ പാപകർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. കിരാതൻ എന്ന് പറഞ്ഞാൽ കാട്ടാളൻ ഇതിനെയൊക്കെ കൊല്ലും. ഹൂണന്മാര്, പുൽക്കസന്മാര്, യവനന്മാര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഹിംസിച്ച് ആ പാപങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ പാപികളായിട്ടുള്ള എല്ലാവരും, അതല്ലാതെ കണ്ട് അനേകം വേറെ പാപാഹ, ഏതെല്ലാം പാപികളുണ്ടോ അവരൊക്കെ യത് ഉപാശ്രയാശ്രയാഹ, ഏതൊരാളെയാണോ ആശ്രയിച്ചിരിക്കുന്നത്, അവരൊക്കെ ഒരു ഈശ്വരനെ ആരാധിക്കുന്നുണ്ട്. ആ ഈശ്വരനെ ആരാധിക്കുന്ന അവര് ആ ഈശ്വരനെ ആശ്രയിച്ചിട്ടുള്ളവരെ ആശ്രയിക്കുമ്പോൾ, അതായത് ഭക്തന്മാരെ ആശ്രയിക്കുന്ന സമയത്ത് അവര് ശുദ്ധന്മാരായിട്ട് തീരുന്നു. അപ്രകാരം ഉള്ള പ്രഭാവത്തോട് കൂടിയിട്ടുള്ള നിന്ദ്രവിളിക്ക് നമസ്കാരം. പാപികളായിട്ടുള്ള ജനങ്ങൾ ഭക്തന്മാരെ ആശ്രയിച്ചാൽ, ഭഗവാനെ ആശ്രയിക്കുന്നു, ആ ഭഗവാന്റെ ഭക്തന്മാരെ ആശ്രയിച്ചാൽ കൂടുതൽ വേഗത്തിലായിട്ട് അവർക്ക് ആ പാപം ഇല്ലാതെയാക്കി തീർക്കാൻ സാധിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. യദുപാശ്രയ ഭഗവതാസ്തദാശ്രയാഹ. ശ്രീധരീയത്തിൽ യാതൊരാളെ ആശ്രയിച്ചവരെന്നാൽ ഭാഗവതന്മാർ അഥവാ ഭഗവത് ഭക്തന്മാർ എന്നർത്ഥം. അവരെ ആശ്രയിക്കുന്നവർ. യദുപാശ്രയാശ്രയന്മാർ പാപാഹ എന്നതിന് പാപജാതേഹ. അപ്പൊ ഭഗവത് ഭക്തന്മാരെ ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാർ, ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന ഭഗവത് ഭക്തന്മാരെ ആശ്രയിക്കുന്നവരെന്നർത്ഥം. പാപാഹ എന്നതിന് പാപജാതേഹ, അവരെ പാപാപികളായിട്ടാണ് ജനിക്കുന്നത്. കിരാതാദികളുടെ ഉൽപ്പത്തിയെ പറ്റിയിട്ട് ഐതരേയ ബ്രാഹ്മണത്തിൽ പരാമർശമുണ്ട്. അപ്പോ എന്താണ്, പൗണ്ഡ്രകന്മാർ, ചൗഡ്രർ, ദ്രാവിഡർ, കാംബോജന്മാർ, യവനന്മാർ, ശകന്മാർ, പാരതന്മാർ, പഹ്ലവർ, ചീനക്കാർ, കിരാതന്മാർ, ദരദന്മാർ, ഖശന്മാർ, ഇങ്ങനെ ഒക്കെ പലതരത്തിലുള്ള അധപ്പതിച്ച ക്ഷത്രിയരെയാണ് ഇത് പറയുന്നത്. ക്ഷത്രിയരായിട്ടുള്ള കൂട്ടരെയാണ് ഇതൊക്കെ പറയുന്നത്. ഭാഗവതത്തിൽ പറഞ്ഞവരിൽ കിരാതൻ, ആന്ധ്രൻ, പുളിന്ദൻ, യവനൻ, ഖസൻ എന്നീ 5 വർഗക്കാരും ഐതരേയ ബ്രാഹ്മണത്തിലും മനുവചനത്തിലും കൂടി വരും. അവർ ഭ്രഷ്ടന്മാരായ ക്ഷത്രിയന്മാരാണ്. ഹൂണന്മാരെ പറ്റി വൈശ്യാത് ബ്രാഹ്മണീ ജാതോ വൈദേഹകസ്തസ്മാത് പുൽക്കസീ ജാതാ ഹൂണ പ്രമാണം, അങ്ങനെയുള്ള പ്രമാണമുണ്ട്. ശ്രീധരീയം. ഇങ്ങനെ പലതരത്തിലുള്ള ഈ പാപകർമ്മങ്ങളിൽ പെട്ട ജാതിക്കാര്, ഇവരൊക്കെ ആശ്രയിച്ചിരിക്കുന്നത് ഭഗവാനെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അനുഗ്രഹം ലഭിക്കുന്നത്
ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന ഭഗവത് ഭക്തന്മാരെ ആശ്രയിക്കുമ്പോഴാണ് എളുപ്പത്തിൽ അവർക്ക് ആത്മതത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നർത്ഥം. അപ്പൊ അതാണ് കിരാതഹൂണാന്ധ്രപുളിന്ദ പുൽക്കസ ആഭീരകങ്കായവ യവനാഖസാദേഹ യേന്യേ ച പാപായതുപാശ്രയാശ്രയാഃ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. അപ്പൊ ഇതിലത്തെ ആ പദങ്ങൾ നോക്കാം. കിരാതഹൂണ ആന്ധ്ര പുളിന്ദ പുൽക്കസാഹ. കിരാതന്മാർ, ഹൂണന്മാർ, ആന്ധ്രന്മാർ, പുളിന്ദന്മാർ, പുൽക്കസന്മാർ. ആഭീരകങ്കാഹ ആഭീരന്മാർ, കങ്കന്മാർ. യവനാഹ യവനന്മാർ. ഖസാദയഃ ഖസന്മാർ മുതലായവരും. അന്യേ വേറെ. യേ പാപാഹ ച ഏതെല്ലാം പാപികളുണ്ടോ അവരും. യത് ഉപാശ്രയാശ്രയാഹ യാതൊരുവനെ ആശ്രയിച്ചിരിക്കുന്നവരെ ആശ്രയിച്ചാൽ തന്നെ ശുദ്ധ്യന്തി വിശുദ്ധമായി തീരുന്നുവോ. തസ്മൈ അങ്ങനെയുള്ള പ്രഭവിഷ്ണവേ പ്രഭാവത്തോടു കൂടിയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഒന്നും കൂടി പറയാം. കിരാത ഹൂണ ആന്ധ്ര പുളിന്ദ പുൽക്കസാഹ. കിരാതന്മാർ, ഹൂണന്മാർ, ആന്ധ്രന്മാർ, പുളിന്ദന്മാർ, പുൽക്കസന്മാർ. ആഭീരകങ്കാഹ ആഭീരന്മാർ, കങ്കന്മാർ. യവനാഹ യവനന്മാർ. ഖസാദേഹ ഖസന്മാർ മുതലായവരും. അന്യേ വേറെ. യേ പാപാഹ ഏതെല്ലാം പാപികളുണ്ടോ അവരും. യത് ഉപാശ്രയാശ്രയാഹ യാതൊരുവനെ ആശ്രയിച്ചിരിക്കുന്നവരെ ആശ്രയിച്ചാൽ തന്നെ ശുദ്ധ്യന്തി വിശുദ്ധരായിത്തീരുന്നുവോ. തസ്മൈ അങ്ങനെയുള്ള പ്രഭവിഷ്ണവേ പ്രഭാവത്തോടു കൂടിയ അങ്ങയ്ക്ക് നമസ്കാരം. പദത്തെ അന്വയം നോക്കാം. കിരാത ഹൂണ ആന്ധ്ര പുളിന്ദ പുൽക്കസാഹ ആഭീരകങ്കാഹ യവനാഹ ഖസാദേഹ അന്യേ യേ പാപാഹ യത് ഉപാശ്രയാശ്രയാഃ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. എന്നുകൂടി പറയാം. കിരാത ഹൂണ ആന്ധ്ര പുളിന്ദ പുൽക്കസാഹ യവനാഹ കങ്ക ആഭീരകങ്കാഹ യവനാഹ ഖസാദേഹ അന്യേ യേ പാപാഹ ച യത് ഉപാശ്രയാശ്രയാഃ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. കിരാതന്മാർ, ഹൂണന്മാർ, ആന്ധ്രന്മാർ, പുളിന്ദന്മാർ, പുൽക്കസന്മാർ, ആഭീരന്മാർ, കങ്കന്മാർ, യവനന്മാർ, ഖസന്മാർ മുതലായവരും. വേറെ ഏതെല്ലാം പാപികളുണ്ടോ അവരും. യാതൊരുവനെ ആശ്രയിച്ചിരിക്കുന്നവരെ ആശ്രയിച്ചാൽ തന്നെ വിശുദ്ധരായിത്തീരുന്നുവോ. അങ്ങനെയുള്ള ആ പ്രഭാവത്തോടു കൂടിയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഒന്നും കൂടി പറയാം. കിരാതന്മാർ, ഹൂണന്മാർ, ആന്ധ്രന്മാർ, പുളിന്ദന്മാർ, പുൽക്കസന്മാർ, ആഭീരന്മാർ, കങ്കന്മാർ, യവനന്മാർ, ഖസന്മാർ മുതലായവരും. വേറെ ഏതെല്ലാം പാപികളുണ്ടോ അവരും. യാതൊരുവനെ ആശ്രയിച്ചിരിക്കുന്നവരെ ആശ്രയിച്ചാൽ തന്നെ വിശുദ്ധരായിത്തീരുന്നുവോ. അങ്ങനെയുള്ള ആ പ്രഭാവത്തോടു കൂടിയ അങ്ങയ്ക്ക് നമസ്കാരം. കിരാതർ, ഹൂണർ, ആന്ധ്രർ, പുളിന്ദർ, പുൽക്കസർ, ആഭീരർ, കങ്കന്മാർ, യവനന്മാർ, ഖസന്മാർ മുതലായവർ പാപഭാരം ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവർ യാതൊരു ഭഗവാനെ ആശ്രയിച്ചവരെ ആശ്രയിച്ചാൽ പോലും അവർ ശുദ്ധിയുള്ളവരായിട്ട് തീരണു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മൃഗാദി പ്രാണികളെ കൊന്നു തിന്ന് ഉപജീവിക്കുന്ന കിരാതന്മാർ, സദാചാരരഹിതരായിട്ട് ദ്വീപാന്തരങ്ങളിൽ വസിക്കുന്ന വെളുത്ത നിറത്തിലുള്ള ഒരു തരം മനുഷ്യർ, വംശശുദ്ധിയില്ലാത്ത ഒരുവിധം താണജാതിക്കാരായിട്ടുള്ള ആന്ധ്രന്മാർ, ചെമ്പിച്ച നിറമുള്ള ഒരു ജാതി മലയന്മാരായ പുളിന്ദന്മാർ, പശ്വാദികളെ കൊല്ലുന്ന പുൽക്കസന്മാർ, കഴുതമാംസം തിന്നുന്ന കങ്കന്മാർ, ശൗചാദികളില്ലാത്ത യവനന്മാർ, ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിയെടുക്കുന്ന ഖസന്മാർ എന്നിങ്ങനെയുള്ളവരും അനേകതരം പ്രാപവൃത്തികളെ നടത്തുന്നവരും ഭഗവത് ഭക്തന്മാരുടെ സംസർഗ നിമിത്തം പാപങ്ങളിൽ നിന്ന് മോചിച്ച് പരമ പദവിയെ സർവത്തിനും ശക്തനായിരിക്കുന്ന
ആ പ്രഭുവിനായിക്കൊണ്ട് അങ്ങനെയുള്ള പദവിയെ സർവത്തിനും ശക്തനായിരിക്കുന്ന സംസർഗം നിമിത്തം പാപങ്ങളിൽ നിന്ന് മോചിക്കണം. അവരെ ഭഗവത് ഭക്തന്മാരുടെ സംസർഗ നിമിത്തം പാപങ്ങളിൽ നിന്ന് മോചിച്ച് ആ പരമപദവിയെ സർവത്തിനും ശക്തനായിരിക്കുന്ന ആ പ്രഭുവിനായിക്കൊണ്ട് പരമപദവി പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ആ പ്രഭുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത്. ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. കിംച കിരാത ഹൂണാന്ധ്ര പുളിന്ദ പുൽക്കസാദ്യ, ഇങ്ങനെയുള്ള എല്ലാവരും കിരാതന്മാര്, ഹൂണന്മാര്, ആന്ധ്രന്മാര്, പുളിന്ദന്മാര്, പുൽക്കസന്മാർ തുടങ്ങിയിട്ടുള്ളവര്, പാപിഷ്ഠ അങ്ങനെയുള്ള പാപികളായിട്ടുള്ളവർ, അപി യഥാശ്രയ അവരും കൂടി ഈ സത്തുക്കളായിട്ടുള്ള ഭഗവത് ഭക്തന്മാരെ ആശ്രയിച്ചിട്ട് ശുദ്ധന്തി ശുദ്ധമായിത്തീരുന്നു. അഭി യഥാശ്രയാഹ സന്തഃ ശുദ്ധന്തി തസ്മൈ വിഷ്ണവേ നമ. അങ്ങനെയുള്ള ആ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ 19ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. സയേഷ ആത്മാത്മവതാം അധീശ്വരസ്ത്രയീമയോ ധർമ്മമയസ്തപോമയഃ ഗതവ്യളീകൈർ അജശങ്കരാദിഭിർ വിതർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം. സയേഷാത്മാത്മവതാമധീശ്വരസ്ത്രയീമയോ ധർമ്മമയസ്തപോമയഃ ഗതവ്യളീകൈർ അജശങ്കരാദിഭിർ വിതർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം. ആത്മാത്മവതാം അധീശ്വരൻ എന്ന ആത്മജ്ഞാനികൾക്ക് ആത്മസ്വരൂപിയായിട്ടുള്ള എല്ലാറ്റിലും അധിപനായിരിക്കുന്ന ആള് ആരാണോ, ആത്മാത്മവതാം അധീശ്വര ത്രയീമയോ, ആ വേദാത്മകനായിരിക്കുന്ന, ത്രയീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളെയാണ്, വേദങ്ങളുടെ ആ സ്വരൂപം ആയിരിക്കുന്ന ഭഗവാനാണ് ത്രയീ. വേദാത്മകനായിരിക്കുന്ന ആരോ, ധർമ്മമയ ധർമ്മമൂർത്തിയായിട്ടുള്ളവനാരോ, അതുപോലെ തപോമയ തപസ്വരൂപിയായിരിക്കുന്നവനാരോ, പിന്നെ ഗതവ്യലീകൈരജശങ്കരാദിഭിർ വിതർക്യലിംഗോ യാതൊരു കാപട്യവുമില്ലാത്തവരായിരിക്കുന്ന ബ്രഹ്മശങ്കരാദി രുദ്രാദി ദേവന്മാർക്ക് പോലും വിസ്മയിക്കത്തക്ക അവിതർക്യലിംഗോ വിസ്മയിക്കത്തക്കവനായിട്ടുള്ള ആ ഭഗവാൻ, അവരെയൊക്കെ പോലും വിസ്മയിപ്പിക്കുന്ന ആ ഭഗവാൻ പ്രസീദതാം ഭഗവാൻ പ്രസാദിക്കണമേ. സയേഷാത്മാത്മവതാം അധീശ്വരസ്ത്രയീമയോ ധർമ്മമയസ്തപോമയഃ ഗതവ്യളീകൈരജശങ്കരാദിഭിർ വിതർക്യലിംഗോ വിതർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം. പദങ്ങൾ നോക്കാം. ആത്മവതാം ആത്മജ്ഞാനികൾക്ക് ആത്മസ്വരൂപിയായും, അധീശ്വര എല്ലാറ്റിനും അധിപനായും, ത്രയീമയ വേദാത്മകനായും, ധർമ്മമയ ധർമ്മമൂർത്തിയായും, തപോമയ തപസ്വരൂപിയായും, ഗതവ്യളീകൈഹി കാപട്യമില്ലാത്തവരായിട്ടുള്ള അർത്ഥം. ഗതവ്യളീകൈഹി എന്ന് പറയുമ്പോൾ അജശങ്കരാദിഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മ രുദ്രാദികള് ആയിട്ടുള്ള ദേവന്മാര്, അതൊക്കെ പോലും വിതർക്യലിംഗ വിസ്മയിക്കത്തക്കവനായും, സയേഷ ആ ഈ ഭഗവാൻ പ്രസീദതാം പ്രസാദിക്കണമേ. ഒന്നും കൂടി പറയാം. ആത്മവതാം ആത്മജ്ഞാനികൾക്ക് ആത്മസ്വരൂപിയും, അധീശ്വര എല്ലാറ്റിനും അധിപനായും, ത്രയീമയ വേദാത്മകനായും, ധർമ്മമയ ധർമ്മമൂർത്തിയായും, തപോമയ തപസ്വരൂപിയായും, ഗതവ്യളീകൈഹി കാപട്യമില്ലാത്തവരായ അജശങ്കരാദിഭി ബ്രഹ്മരുദ്രാദിദേവന്മാർക്ക് പോലും വിതർക്യലിംഗ വിസ്മയിക്കത്തക്കവനായും, സയേഷ ആ ഈ ഭഗവാൻ പ്രസീദതാം പ്രസാദിക്കണമേ. അപ്പൊ ഇതിലത്തെ അന്വയം നോക്കാം. ആത്മവതാം ആത്മാ അധീശ്വര ത്രയീമയ ധർമ്മമയ തപോമയ ഗതവ്യലീകൈ അജശങ്കരാദിഭി വിതർക്യലിംഗ
സഹ ഏഷ ഭഗവാൻ പ്രസീദതാം. ഒന്നുകൂടി പറയാം. ആത്മവതാം ആത്മാ അധീശ്വരഃ ത്രയീമയഃ ധർമ്മമയഃ തപോമയഃ ഗതവിലീകൈഃ അജശങ്കരാദിഭിഃ വിതർക്യലിംഗ സ ഏഷ ഭഗവാൻ പ്രസീദതാം. അന്വയാർത്ഥം വരുന്നത് ആത്മജ്ഞാനികൾക്ക് ആത്മസ്വരൂപിയായും എല്ലാറ്റിനും അധിപനായും വേദാത്മകനായും ധർമ്മമൂർത്തിയായും തപസ്വരൂപിയായും കാപട്യമില്ലാത്തവരായ ബ്രഹ്മരുദ്രാദി ദേവന്മാർക്ക് പോലും വിസ്മയിക്കത്തക്കവനായും ഈ ഭഗവാൻ പ്രസാദിക്കണമേ. ഒന്നും കൂടി പറയാം. ആത്മജ്ഞാനികൾക്ക് ആത്മസ്വരൂപിയായും എല്ലാറ്റിനും അധിപനായും വേദാത്മകനായും ധർമ്മമൂർത്തിയായും തപസ്വരൂപിയായും കാപട്യമില്ലാത്തവരായിട്ടുള്ള ആ ബ്രഹ്മരുദ്രാദി ദേവകൾക്ക് പോലും വിസ്മയിക്കത്തക്കവനായും ഉള്ള ആ ഭഗവാൻ പ്രസാദിക്കണമേ. ഇദ്ദേഹം ആത്മവിത്തുക്കളുടെ അധിപതിയാകുന്നു. വേദസ്വരൂപനും ധർമ്മമയനും തപോമയനുമാകുന്നു. ബ്രഹ്മാവ് പരമേശ്വരൻ മുതലായവരാൽ കാപട്യമില്ലാത്ത ഭക്തിയാവേശത്തോടെ ആശ്ചര്യപൂർവം കാണപ്പെടുവാൻ യോഗ്യമായ മൂർത്തിസ്വരൂപത്തോടു കൂടിയവനും ആകുന്നു. അപ്രകാരം മാഹാത്മ്യത്തോടു കൂടിയിട്ടുള്ള ഭഗവാൻ എന്നിൽ പ്രസാദിച്ച് അരുളേണമേ. ധീരാത്മാക്കൾക്ക് ആത്മരൂപത്തിൽ സ്ഫുരിക്കുന്നവനും സർവനിയന്താവും വേദസ്വരൂപനും ധർമ്മസ്വരൂപനും തപോമയനും ബ്രഹ്മശങ്കരാദികളാലും അത്യാശ്ചര്യപൂർവ്വം ദർശിക്കപ്പെടുന്നവനും ആയ ഭഗവാൻ പ്രസാദിക്കുമാറാകട്ടെ. ഭക്തി സകല പാപത്തെയും തീർക്കുമെന്ന് സാരം. ബുദ്ധിക്ക് ചാബല്യമില്ലാതിരിക്കുന്ന വിചാരശീലന്മാർ ആത്മാവായിട്ടും കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർ സർവകർമ്മ ഫലദാതാവായിട്ടും ധർമ്മശാസ്ത്രങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നവർ ധർമ്മസ്വരൂപനായിട്ടും യാതൊരുവനെ സേവിക്കുന്നുവോ ആ നിഷ്കപട ഭക്തന്മാരായ ആ ബ്രഹ്മാവ് പരമശിവൻ മുതലായിട്ടുള്ളവര് ആശ്ചര്യത്തോടുകൂടി കാണപ്പെടുവാൻ യോഗ്യമായിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയ ആ ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കണമേ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയുക. അതിൻ്റെ വ്യാഖ്യാനം നോക്കാം നമുക്ക്. സ ശിവാദിഭിർ വിതർക്യലിംഗോ. ബ്രഹ്മരുദ്ര ദേവന്മാർക്കും പോലും വിസ്മയിക്കത്തക്കതായിരിക്കുന്ന ശരീരത്തോടു കൂടിയിട്ടുള്ള ഭഗവാൻ ന പ്രസീദത്തു. ആ ഭഗവാൻ പ്രസാദിക്കണേ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലിപ്പോ കിംച കിരാതഹൂണ ആന്ധ്രപുളിന്ദ പുൽക്കസാദ്യാപാഭിഷ്ടാഭി യദാശ്രയാഃ സന്തഃ ശുദ്ധ്യന്തി തസ്മൈ വിഷ്ണവേ നമഃ എന്ന് പറഞ്ഞിട്ട് സ ബ്രഹ്മ ശിവാദിഭിർ വിതർക്യലിംഗോ ഭഗവാൻ ന പ്രസീദത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്ത ശ്ലോകം നോക്കാം. 20ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. ശ്രിയപതിർയജ്ഞപതിർ പ്രജാപതിർധിയാം പതിർ ലോകപതിർധരാപതി പതിർഗതിശ്ചാന്ധകവൃഷ്ണിസാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സതാം പതിഃ. ശ്രിയപതിർയജ്ഞപതിർ പ്രജാപതിർധിയാം പതിർ ലോകപതിർധരാപതി പതിർഗതിശ്ചാന്ധകവൃഷ്ണിസാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സതാം പതിഃ. എല്ലാവർക്കും പതിയായിട്ടുള്ളവനാണ് ഭഗവാൻ. സർവർക്കും പതിയായിട്ടുള്ളവനാണ് ഭഗവാൻ. അതാണ് ആ ഗോപസ്ത്രീകള് പ്രാർത്ഥിച്ച് കാർത്യായനി മഹാമായി മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമ്മേ കുരുതേ നമ. എല്ലാവർക്കും പതിയായിട്ടുള്ളവനെയാണ് ആ ഭഗവാൻ എന്ന് പറയുക. ആർക്കൊക്കെ? ശ്രിയപതിഹി ഐശ്വര്യങ്ങൾക്ക് പതിയായിട്ടുള്ളവൻ, യജ്ഞപതിഹി യജ്ഞങ്ങൾക്ക് പതിയായിട്ടുള്ളവൻ, പ്രജാപതിഹി പ്രജകൾക്ക് പതിയായിട്ടുള്ളവൻ, ധിയാംപതിഹി ബുദ്ധിക്ക് പതിയായിട്ടുള്ളവൻ, ലോകപതി ലോകങ്ങൾക്ക് പതിയായിട്ടുള്ളവൻ, ധരാപതി ഭൂമിക്ക് പതിയായിട്ടുള്ളവൻ, പതിർഗതി നമ്മളുടെ വഴിക്ക് വഴി ഏതാണോ അതിന് പതിയായിട്ടുള്ള ആള്, പതിർഗതി ചാന്ധക വൃഷ്ണി സാത്വതാം അന്ധകന്മാര് വൃഷ്ണികള് സാത്വതന്മാര് ഇങ്ങനെയുള്ളവർക്കെല്ലാം വഴി മാർഗം കാണിച്ചു തരുന്ന പതി. സതാംപതി സകല
സകലർക്കും സകല സജ്ജനങ്ങൾക്കും പതിയായിട്ടുള്ള മേ ഭഗവാൻ പ്രസീദതാം, ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീയ ലക്ഷ്മി ഭഗവതിയുടെ പതി, യജ്ഞപതി യജ്ഞപതി യജ്ഞങ്ങളുടെ പതി, പ്രജാപതി പ്രജകളുടെ പതി, ധിയാം ബുദ്ധി മുതലായവകളുടെ പതി അധിപൻ, ലോകപതി ലോകനായകൻ, ധരാപതി ഭൂമിയുടെ അധിപൻ, അന്ധക വൃഷ്ണി സാത്വതാം അന്ധകന്മാരെ വൃഷ്ണികളെ യാദവർ മുതലായവരുടെ ആ പതി അധിപൻ എന്നർത്ഥം. ഗതിഹി ഗതി ഗതി നമ്മളെ വഴി ആരാണോ ഭഗവാന്റേതായിരിക്കുന്ന വഴിയാണ്. സതാം ആ സജ്ജനങ്ങളുടെയും നമ്മുടെ വഴിയുടെയും പതി നാഥനായിട്ടുള്ള ഭഗവാൻ വിഷ്ണു ഭഗവാൻ എന്നിൽ എന്നിൽ പ്രസീദതാം എന്നിൽ പ്രസാദിക്കണമേ. ഒന്നും കൂടി പറയാം. ശ്രീയ ലക്ഷ്മി ഭഗവതിയുടെ പതി, യജ്ഞപതി പ്രജാപതി ധിയാം ബുദ്ധി മുതലായവരുടെ പതി, ലോകപതി ധരാപതി, അന്ധക വൃഷ്ണി സാത്വതാം പതി അന്ധകന്മാരെ വൃഷ്ണികളെ യാദവരെ മുതലായവരുടെ പതി, ഗതിയുമായവനും സദാം സജ്ജനങ്ങളുടെ പതിയും നാഥനുമായിട്ടുള്ള ആ ഭഗവാൻ വിഷ്ണു ഭഗവാൻ മേ എന്നിൽ പ്രസീദതാം പ്രസാദിക്കണമേ. പദത്തെ അന്വയം നോക്കാം. ശ്രിയ പതി യജ്ഞപതി പ്രജാപതി ധിയപതി ധിയാം പതി ലോകപതി ധരാപതി അന്ധക വൃഷ്ണി സാത്വതാം പതി ഗതി സതാം പതി ഭഗവാൻ മേ പ്രസീദതാം. ഒന്നും കൂടി പറയാം. അതിലത്തെ അന്വയം. ശ്രിയപതി യജ്ഞപതി പ്രജാപതി ധിയാം പതി ലോകപതി ധരാപതി അന്ധക വൃഷ്ണി സാത്വതാം പതി ഗതി സതാം പതി ഭഗവാൻ മേ പ്രസീദതാം. അപ്പോൾ ലക്ഷ്മി ഭഗവതിയുടെ പതിയും യജ്ഞപതിയും പ്രജാപതിയും ബുദ്ധി മുതലായവരുടെ പതിയും ലോകപതിയും ധരാപതി ഭൂമിയുടെ പതിയും അന്ധകവൃഷ്ണി സാത്വതന്മാരുടെ പതിയും ഗതിയും സജ്ജനങ്ങളുടെ പതിയും ആയിട്ടുള്ള ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ. സർവാധിപത്യം ഭഗവാനാണെന്ന് കാണിക്കുകയാണ്. ലക്ഷ്മി വല്ലഭനും യജ്ഞപതിയും പ്രജാപതിയും ബുദ്ധ്യാദി മനോവൃത്തികളുടെ നിയന്താതാവും ഈ 7 ലോകങ്ങളുടെയും അധിപനും സംരക്ഷകനും ഭൂമിദേവിയുടെ നാഥനും അന്ധകർ വൃഷ്ടികൾ സാത്വതർ എന്നീ വിവിധ യാദവ വംശജരുടെ അധിപനും അവർക്ക് സംരക്ഷണം നൽകുന്നവനും സജ്ജന രക്ഷകനുമായിട്ടുള്ള ഭഗവാൻ ഇന്ദിരുവടി എന്നിൽ പ്രസാദിച്ച് അരുളയണമേ. ശ്രീയുടെ പതിയും യജ്ഞങ്ങളുടെ പതിയും പ്രജകളുടെ പതിയും ബുദ്ധിയുടെ പതിയും ലോകങ്ങളുടെ പതിയും ധരാപതിയും അന്ധകന്മാർ വൃഷ്ടികൾ സാത്വതന്മാർ ഇവരുടെ പതിയും സജ്ജനങ്ങളുടെ പതിയുമായ ആ ഭഗവാൻ പ്രസാദിക്കുമാറാകണേ. എല്ലാം പാലിക്കുന്നവർ ഭഗവാൻ എന്ന തത്വത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലക്ഷ്മി ദേവിയുടെ ഭർത്താവും യജ്ഞവിഘ്നങ്ങളെ തീർത്ത് രക്ഷിക്കുന്നവനും പ്രജാഭിവൃദ്ധിയെ വരുത്തുന്നവനും ബുദ്ധിന്ദ്രിയാദി തത്വങ്ങളെ അതാതു വ്യാപാരങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നവനും ലോകങ്ങളെ സൃഷ്ടിച്ചവനും ഭൂമിയെ ഉറപ്പിച്ചവനും അന്ധകന്മാർ വൃഷ്ണികൾ മുതലായ ഭക്തന്മാരെ പരിപാലിക്കുന്നവനും അവർക്ക് പ്രാപ്യസ്ഥാനമായി ഭവിക്കുന്നവനും സത്തുക്കളെ സർവപാപത്തിൽ നിന്നും രക്ഷിക്കുന്നവനുമായിട്ടുള്ള ആ ഭഗവാൻ പ്രസാദിക്കണമേ. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം. ശ്രിയപതിർ യജ്ഞപതി പ്രജാപതിർ ധിയാമ്പതിർ യതു സാത്വതാമ്പതിർ ഭഗവാൻ ന പ്രസീദതു. അങ്ങനെയുള്ള ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കണേ. അതായത് ശ്രീയപതിർ ഐശ്വര്യത്തിൻ്റെ പതി, യജ്ഞപതിർ യജ്ഞങ്ങളുടെ പതി, പ്രജാപതി പ്രജകളുടെ പതി, ധിയാമ്പതി ബുദ്ധിയുടെ പതി, യദുസാത്വതാം പതി യദുക്കളുടെ പതി സാത്വതന്മാരുടെ പതി, ഇങ്ങനെയൊക്കെയുള്ള ആ ഭഗവാൻ നമ്മളിൽ നഹ പ്രസീദതു പ്രസാദിക്കണേ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്ത ശ്ലോകം. യദംഘ്ര്യനുധ്യാന സമാധിതൗ തയാ ധിയാനുപശ്യന്തി
തത്വമാത്മനഃ വദന്തി ചൈതൽ കവയോ യഥാരുചം സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം യദാംഘ്ര്യനുധ്യാന സമാധിധൗതയാ ധിയാനുപശ്യന്തി തത്വമാത്മനഃ വദന്തി ചൈതൽ കവയോ യഥാരുചം സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം. അങ്ങനെയുള്ള മുകുന്ദൻ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ. അതായത് ക്രാന്തദർശികളായിട്ടുള്ള കവികൾ ഏത് അംഘ്യ അനുധ്യാന സമാധിധൗതയാ, അവര് ആ ഭഗവാന്റെ ആ പാദകമലങ്ങളെ ധ്യാനിച്ച് സമാധിസ്ഥരായിട്ട് ഉള്ള ആ പരിശുദ്ധമായിട്ടുള്ള ബുദ്ധി കൊണ്ട് ആ തത്വത്തെ ദർശിക്കുന്നു. അങ്ങനെ പറയപ്പെടുന്ന ആ ക്രാന്തദർശികളാൽ പോലും ഇഷ്ടപ്രകാരം ആ ഭഗവാനെ സേവിക്കണം. ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമാധി കൊണ്ട് ആത്മാവിൻ്റെ തത്വത്തെ സാക്ഷാത്കരിക്കുകയും ആ കഴിവ് പോലെ അത് വർണ്ണിക്കുകയും ചെയ്യുന്നു ആ ക്രാന്തദർശികൾ, കവികളായിട്ടുള്ള ആൾക്കാർ. അങ്ങനെയുള്ള ആ മുക്തിപ്രദനായിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു എന്നിൽ പ്രസാദിക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിലത്തെ പദങ്ങൾ നോക്കാം നമുക്ക്. കവയഃ ക്രാന്തദർശികൾ, യത് അംഘ്ര്യനുധ്യാന സമാധിതൗതയാ, യാതൊരാളുടെ പാദധ്യാനമാവുന്ന സമാധി കൊണ്ട് കഴുകപ്പെട്ട അർത്ഥം. യാതൊരാളുടെ പാദധ്യാനമാവുന്ന സമാധി കൊണ്ട് കഴുകപ്പെട്ട, അതാണ് യത് അംഘ്ര്യ അനുധ്യാന സമാധിധൗതയാ, കഴുകപ്പെട്ട ധിയ ആ ബുദ്ധിയാൽ, ആത്മനഃ ആത്മാവിൻ്റെ തത്വത്തെ അനുപശ്യന്തി ഹി സാക്ഷാത്കരിക്കുകയും യഥാരുചം കഴിവ് പോലെ അവരുടെ രുചിക്കനുസരിച്ച് യഥാരുചം ഇത് വദന്തിച്ച വർണ്ണിക്കുകയും ചെയ്യുന്നുവോ സ മുകുന്ദ ആ പ്രദനായ ഭഗവാൻ, എന്താ മുക്തിപ്രദൻ ആയിട്ടുള്ള ഭഗവാൻ ആണ് മുകുന്ദൻ. മുക്തിപ്രദനായ ഭഗവാൻ മഹാവിഷ്ണു തേ എന്നിൽ പ്രസീദതാം എന്നിൽ പ്രസാദിക്കണമേ. എന്നൂടി പറയാം. കവയഃ ക്രാന്തദർശികൾ, ഏത് അംഘ്ര്യ അനുധ്യാന സമാധിധൗതയാ, യാതൊരാളുടെ പാദധ്യാനമാവുന്ന സമാധി കൊണ്ട് കഴുകപ്പെട്ട ബുദ്ധിയാൽ, ആത്മനഃ ആത്മാവിൻ്റെ തത്വത്തെ അനുപശ്യന്തി ഹി സാക്ഷാത്കരിക്കുകയും യഥാരുചം കഴിവ് പോലെ ഇത് വദന്തി വർണ്ണിക്കുകയും ചെയ്യുന്നുവോ സ മുകുന്ദ ആ മുക്തിപ്രദനായിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു മേ എന്നിൽ പ്രസീദതാം പ്രസാദിക്കണമേ. പതിത്തെ അന്വയം. കവയഃ യദംഘ്ര്യ അനുധ്യാന സമാധിതൗതയാ ധിയാ ആത്മനഃ തത്വം അനുപശ്യന്തി യഥാരുചം ഏതൽ വദന്തി ച സ മുകുന്ദഃ ഭഗവാൻ മേ പ്രസീദതാം. എന്നും കൂടി പറയാം. കവയഃ യദംഘ്ര്യ അനുധ്യാന സമാധിധൗതയാ ധിയാ ആത്മനഃ തത്വം അനുപശ്യന്തി യഥാരുചം ഏതത് വദന്തി ച സ മുകുന്ദഃ ഭഗവാൻ മേ പ്രസീദതാം. അതായത് ആ ക്രാന്തദർശികൾ കവികള് യാതൊരാളുടെ ആ പാദധ്യാനമാവുന്ന സമാധി കൊണ്ട് കഴുകപ്പെട്ട ആ ബുദ്ധിയാൽ ആത്മാവിൻ്റെ തത്വത്തെ സാക്ഷാത്കരിക്കുകയും കഴിവ് പോലെ ഇത് വർണ്ണിക്കുകയും ചെയ്യുന്നുവോ ആ മുക്തിപ്രദനായിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു എന്നിൽ പ്രസാദിക്കണമേ. എന്നും കൂടി പറയാം. ക്രാന്തദർശികൾ യാതൊരാളുടെ പാദധ്യാനമാവുന്ന സമാധി കൊണ്ട് കഴുകപ്പെട്ട ആ ബുദ്ധിയാൽ ആത്മാവിൻ്റെ തത്വത്തെ സാക്ഷാത്കരിക്കുകയും കഴിവ് പോലെ ഇത് വർണ്ണിക്കുകയും ചെയ്യുന്നുവോ ആ മുക്തിപ്രദനായിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു എന്നിൽ പ്രസാദിക്കണമേ. യാതൊരു ഭഗവാന്റെ ശ്രീപാദസ്മരണയാകുന്ന സമാധിയാൽ കഴുകപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ട ബുദ്ധി കൊണ്ട് ആ ആത്മതത്വം സാക്ഷാത്കരിക്കുന്നുവോ വിദ്വാൻമാർ അവരവരുടെ രുചിക്കനുസരിച്ച് വാഗ്വിലാസം പോലെ നർത്ഥം യാതൊരു ഭഗവാന്റെ ദിവ്യലീലകളെ വർണ്ണിക്കുകയും ചെയ്യുന്നുവോ അങ്ങനെയുള്ള മുക്തിപ്രദനായിരിക്കുന്ന ആ ഭഗവാൻ എന്നിൽ പ്രസാദിച്ചരുളേണമേ. കവികൾ യാതൊരു ഭഗവാന്റെ നിരന്തര ധ്യാനമാകുന്ന സമാധി കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ബുദ്ധിയാൽ ആത്മതത്വം സാക്ഷാത്കരിക്കുകയും
സഗുണ നിർഗുണഭാവേന അതിനെ മറ്റുള്ളവർക്ക് ഉപദേശിക്കുകയും ചെയ്യുന്നുവോ ആ മുക്തിപ്രദനായിരിക്കുന്ന സർവേശ്വരൻ എന്നിൽ പ്രസാദിക്കണമേ. യാതൊരുവന്റെ പാദധ്യാനമാകുന്ന സമാധിയുടെ അഭ്യാസത്താൽ നിർമ്മലമായ ബുദ്ധി കൊണ്ട് ആത്മതത്വത്തെ അറിയുന്നുവോ യാതൊന്നിനെ അറിഞ്ഞവർ അവരുടെ രുചി പോലെ സഗുണമായും നിർഗുണമായും വർണ്ണിക്കുന്നുവോ ജ്ഞാനപരിപൂർണനും മുക്തിപ്രദനുമായിരിക്കുന്ന ആ ഭഗവാൻ മുകുന്ദൻ എന്നിൽ പ്രസാദിക്കണം. അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. അതിന്റെ വ്യാഖ്യാനം നോക്കാം നമുക്ക്. കവയോ ആക്രാന്തദർശികൾ യൽ പാദ പത്മധ്യാനേനാത്മതത്വം ആ പദധ്യാനം കൊണ്ട് ലഭിക്കുന്ന ആത്മതത്വം പശ്യന്തി ആത്മതത്വത്തെ ഗ്രഹിച്ച് സ ന പ്രസീദതു ആ ഭഗവാൻ അങ്ങനെയുള്ള ആ ഭഗവാൻ നമ്മളെ രക്ഷിക്കണേ, നമ്മളിൽ പ്രസാദിക്കണേ. കവയോ യൽ പാദപത്മധ്യാനേന ആത്മതത്വം പശ്യന്തി സ നഃ പ്രസീദതു ആണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 22ാമത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. എല്ലാവരും അത് കാണാതെ പഠിക്കുക, പഠിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. പ്രചോദിതായേന പുരാ സരസ്വതി വിദന്വതാജസ്യ സതീം സ്മൃതിം ഹൃദി സ്വലക്ഷണയാ സ്വദലക്ഷണാ പ്രാദുരഭൂത് കിലാസ്യതഃ സമേ ഋഷീണാം ഋഷഭപ്രസീദതാം. പ്രചോദിതായേന പുരാ സരസ്വതി വിതന്വതാജസ്യ സതീം സ്മൃതിം ഹൃദി സ്വലക്ഷണാ പ്രാദുരഭൂൽ കിലാസ്യതഃ സമേ ഋഷീണാം ഋഷഭപ്രസീദതാം. പുരാ പണ്ട് അജസ്യ ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തില് സത്തായിരിക്കുന്ന സത്തായിരിക്കുന്ന ആ പൂർവസ്മരണ സ്മൃതി അതിനെ ഉണർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഉള്ള ആ യാതൊരാളാൽ പ്രചോദിതമായിട്ട് പ്രേരിതനായിട്ട് ആ വേദം തൻ്റെ ലക്ഷണങ്ങളോടെ ആ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ആവിർഭവിച്ചു. ആ വേദ മന്ത്രദ്രഷ്ടാക്കളിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ എന്നുള്ളതാണ് ഈ ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നത്. പ്രചോദിതായേന പുരാ സരസ്വതി പ്രചോദിക്കപ്പെട്ടു. ആ സരസ്വതി എന്ന് പറഞ്ഞാൽ ആ വേദം, വിദ്യ എന്നർത്ഥം. ആ വേദം എന്നിൽ പ്രചോദിതമായി. വിതന്വതാജസ്യ സതിം സ്മൃതിം ഹൃദി അതിനെ ഉണർത്തിക്കൊണ്ടിരുന്നു. അജസ്യ തൻ്റെ ലക്ഷണങ്ങളോടെ അത് ബ്രഹ്മാവിൻ്റെ മുഖത്ത് ആവിർഭവിച്ചു. സ്വലക്ഷണ പ്രാദുരഭൂൽ കിലാസ്യത ആരുടെ മുഖത്താണോ അത് നിന്നാണോ അതുണ്ടായത്. പ്രാദുരഭൂൽ സമേ ആ ശ്രേഷ്ഠനായിരിക്കുന്ന ആ ഭഗവാൻ. ഋഷീണാം ഋഷഭപ്രസീദതാം ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ. പലതർത്ഥം നോക്കാം. പുരാ പണ്ട് അജസ്യ ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ സതീം സത്തായിട്ടുള്ള സ്മൃതിയും പൂർവസ്മരണ വിതന്വത ഉണർത്തിക്കൊണ്ടിരുന്ന യേന യാതൊരാളാൽ പ്രചോദിത പ്രേരിതനായിട്ട് സരസ്വതി വേദം സ്വലക്ഷണ തൻ്റെ ആ ലക്ഷണങ്ങളോടുകൂടി ആസ്യത ആ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് പ്രാദുരഭൂൽ കില ആവിർഭവിച്ചു പോയി. ഋഷീണാം വേദമന്ത്രദ്രഷ്ടാക്കളിൽ ഋഷഭ ശ്രേഷ്ഠനായിരിക്കുന്ന സഹ ആ ഭഗവാൻ മേ എന്നിൽ പ്രസീദതാം പ്രസാദിക്കണമേ. ഒന്നും കൂടി പറയാം. പുരാ പണ്ട് അജസ്യ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ സതീം സത്തായിട്ടുള്ള സ്മൃതിയും പൂർവസ്മരണ വിതന്വത ഉയർത്തിക്കൊണ്ടിരുന്ന യേന യാതൊരാളാൽ പ്രചോദിത പ്രേരിതനായിട്ട്
സരസ്വതി വേദം സ്വലക്ഷണ തൻ്റെ ലക്ഷണങ്ങളോടെ ആസ്യത ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് പ്രാദുരഭൂൽ കില ആവിർഭവിച്ചുപോൽ ഋഷീണാം ആ വേദദ്രഷ്ടാക്കളിൽ മന്ത്രദ്രഷ്ടാക്കളിൽ ഋഷഭ ശ്രേഷ്ഠനായിരിക്കുന്ന സഹ ആ ഭഗവാൻ മേ എന്നിൽ പ്രസീദതാം സാധിക്കണമേ. അതിലത്തെ അന്വയം വരുന്നത് പുരാ അജസ്യ ഹൃദി സതീം സ്മൃതിം വിതന്വത യേന പ്രചോദിത സരസ്വതീ സ്വലക്ഷണ ആസ്യതഃ പ്രാദുരഭൂൽ കില ഋഷീണാം ഋഷഭഃ സഹ മേ പ്രസീദതാം. ഒന്നുകൂടി പറയാം. പുരാ അജസ്യ ഹൃദി സതീം സ്മൃതിം വിതന്വത യേന പ്രചോദിത സരസ്വതീ സ്വലക്ഷണ ആസ്യതഃ പ്രാദുരഭൂത് കില ഋഷീണാം ഋഷഭഃ സഹ മേ പ്രസീദതാം. അതിൻ്റെ അന്വയാർത്ഥം വരുന്നത് പണ്ട് ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ അസത്തായിരിക്കുന്ന ആ പൂർവസ്മരണ ഉണർത്തിക്കൊണ്ടിരുന്ന യാതൊരാളാൽ പ്രേരിതനായിട്ട് വേദം തൻ്റെ ലക്ഷണങ്ങളോടെ ആ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ആവിർഭവിച്ചുപോൽ അങ്ങനെയുള്ള ആ വേദമന്ത്രദ്രഷ്ടാക്കളിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ. എന്നുകൂടി പറയാം. പണ്ട് ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ സത്തായിരിക്കുന്ന ആ പൂർവസ്മരണ ഉണർത്തിക്കൊണ്ടിരുന്ന ആ യാതൊരാളാൽ പ്രേരിതനായിട്ട് വേദം തൻ്റെ ലക്ഷണങ്ങളോടെ ആ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ആവിർഭവിച്ചിരുന്നുവോ ആ ഋഷീണാം ആ വേദമന്ത്രദ്രഷ്ടാക്കളിൽ വേദമന്ത്രദ്രഷ്ടാക്കളിൽ ഋഷഭ ശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ. പണ്ട് കൽപ്പാരംഭത്തിൽ ആ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ സൃഷ്ടി സംബന്ധിയായിട്ടുള്ള ഓർമ്മയെ വെളിപ്പെടുത്തി. അങ്ങനെയുള്ള ആ യാതൊരു ഭഗവാന്റെ അപ്രകാരമുള്ള പ്രേരണ ഹേതുവായിട്ട് ബ്രഹ്മമുഖത്ത് നിന്ന് തൻ്റേതായിരിക്കുന്ന ലക്ഷണങ്ങളോടുകൂടിയ വേദം ഉത്ഭവിച്ചു. അതിന് കാരണക്കാരനായിരിക്കുന്ന ഋഷികളിൽ ശ്രേഷ്ഠനായിരിക്കുന്ന അവിടുന്ന് എന്നിൽ പ്രസാദിച്ച് അരുളയണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുരാ എന്നാൽ കൽപ്പാരംഭത്തിൽ, സതി എന്നാൽ സൃഷ്ടിയെ സംബന്ധിച്ച് എന്നർത്ഥം. പുരാ കൽപ്പാദൗ സതീം സൃഷ്ടി വിഷയാം ഇത്യാദി അത് ശ്രീധരീയത്തിൽ പറയുന്നു. സൃഷ്ടിയിൽ വ്യാപരിക്കാൻ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഭഗവാന്റെ പ്രേരണയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്നും വേദങ്ങൾ ഉണ്ടായി. ശിക്ഷാദിശാസ്ത്രങ്ങളിൽ പറഞ്ഞ അവയുടെ ലക്ഷണങ്ങളോടുകൂടി ആ വേദങ്ങളെ പുറത്തേക്ക് ബഹിർഗമിച്ചു. സ്വാനി ലക്ഷണാനി ശിക്ഷാദ്യുക്താനി യസ്യാ സാ എന്ന് ശ്രീധരീയത്തിൽ സ്വലക്ഷണ എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. ഋഷി എന്നാൽ ദിവ്യചക്ഷുസ് കൊണ്ടും വേദമന്ത്രങ്ങളെ സാക്ഷാത്കരിക്കുന്നവൻ അർത്ഥം. ഭഗവാന്റെ ഒരു പ്രചോദനം കൊണ്ട് വേദാംഗാദികൾ ബ്രഹ്മമുഖത്ത് നിന്ന് നിർഗളിച്ചു. അക്കാരണത്താൽ ഭഗവാൻ സർവ ഋഷികളിലും വെച്ച് ശ്രേഷ്ഠനാകുന്നു എന്നർത്ഥം. ഇപ്പൊ പണ്ട് ബ്രഹ്മാവിന്റെ ഹൃദയത്തില് സൃഷ്ടിയെ സംബന്ധിക്കുന്ന ആ സ്മരണയുറപ്പിക്കുന്ന ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ട അവേദരൂപിണിയായ ആ സരസ്വതി ബ്രഹ്മാവിന്റെ മുഖത്തു നിന്ന് അനായാസമായിട്ട് നിർഗമിച്ചു. ഋഷികളിൽ ഋഷഭനായിരിക്കുന്ന അദ്ദേഹം എന്നിൽ പ്രസാദിക്കുമാറാകട്ടെ. കൽപ്പാദികാലത്തിൽ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലെ ലോകസൃഷ്ടിയെക്കുറിച്ചുള്ള ചിന്തയെ ജനിപ്പിച്ച് യാതൊരുവിന്റെ പ്രേരണയാൽ ശിക്ഷാകൽപ്പാദികളായിട്ടുള്ള ശാസ്ത്രങ്ങളോട് കൂടിയതും അസാധാരണ മാഹാത്മ്യമുള്ളതുമായിട്ടുള്ള ആ വേദവാണി ആ ബ്രഹ്മമുഖത്തിൽ നിന്നും ഉത്ഭവിച്ചുവോ ആ ജ്ഞാനപ്രദാനം ചെയ്യുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്ന ആ ഭഗവാൻ എൻ്റെ പേരിൽ പ്രസാദിക്കണമേ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രചോദിതായേന പുരാ സരസ്വതീ വിതന്വതാജസ്യ സതിം സ്മൃതിം ഹൃദി സ്വലക്ഷണ പ്രാദുരഭൂൽ കിലാസ്യത സമേ ഋഷീണാം ഋഷഭപ്രസാദതാം. അപ്പം കിംച യേന പുരാ പ്രേരിത സരസ്വതീ ബ്രഹ്മണോ മുഖേഭ്യഃ ആ വേദങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ള ആ ബ്രഹ്മാവിൻ്റെ മുഖത്ത് പണ്ട് പ്രാദുരഭൂൽ ആ വേദങ്ങൾ അതിൽ നിന്നും ഉത്ഭവിച്ചു.
സ ജ്ഞാനപ്രധാന, ആ ജ്ഞാനത്തെ പ്രദാനം ചെയ്തിരിക്കുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന ആ ഭഗവാൻ നഹ പ്രസീദ്, നമ്മളിൽ പ്രസാദിക്കണേ എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ അടുത്ത 2 ശ്ലോകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പം ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ കേട്ട് വായിച്ച് പഠിക്കുക. നാരായണ. ഹരേ കൃഷ്ണ.